നാളെയും മറ്റുള്ള ദിവസങ്ങളിലും സർവേ അല്ലെങ്കിൽ ഭൂരേഖ ഇത് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും. ആളുകൾ ക്ഷേമ പെൻഷൻ നമുക്ക് അർഹതയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എത്തിച്ചേരും. സംസ്ഥാനങ്ങളിലും ഡിജിറ്റൽ സർവേ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സർക്കാരിൻ്റെ ഭൂരേഖ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ വലിയൊരു പദ്ധതി ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ 1 തുടക്കം കുറിച്ച് ഈ പദ്ധതി ഈ വർഷം 1 മുതൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വീടുകളിലേക്ക് കൃത്യമായിട്ട് പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്ത് തുടങ്ങും. നിങ്ങൾ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഭൂമി കാർഡ് എന്ന പേരിൽ ATM കാർഡ് മാതൃകയിൽ വിതരണം ചെയ്യുന്ന ഈ കാർഡിൽ 18 പിൻകോഡ് 10 ഡിജിറ്റൽ പിൻകോഡ് കാണും. QR കോഡ് ഉണ്ടാവും. ഇനി ഈ നമ്പറായിരിക്കും നമ്മൾ എന്ത് ആവശ്യങ്ങൾക്കും പ്രധാന രേഖയായിട്ട് സമർപ്പിക്കുന്നത്. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും വിവിധ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വസ്തുവായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത. എളുപ്പത്തിൽ ലഭിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥല വിൽപ്പന ഉണ്ടെങ്കിൽ അത് സുഗമമായി നടക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. വരും ദിവസങ്ങളിൽ നമ്മുടെ വില്ലകളിലും ഇത് എത്തിച്ചേരും. അതിനു മുമ്പ് തന്നെ സർവേ ഇതൊക്കെ അന്വേഷിച്ച് വീടുകളിൽ ആളെത്തും. സർവേ സഭകൾ വിളിച്ച് ചേർക്കും. ഗ്രാമസഭകൾ മാതൃകയിൽ സർവേ സംഘം വിളിച്ച് ചേർക്കും. ഡിജിറ്റൽ റീസർവേ നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ ഇതിൽ മനസ്സിലാക്കി തരും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ 10,000 അടുത്ത സഭാവാറായി. എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. പിന്നെ മറ്റൊരു കാര്യം പറയാൻ ഉള്ളത്, ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും പോയി ചെയ്യുക. അടുത്ത മാസം 24 വരെ ഉണ്ട്. അപ്പം നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.